ഡോക്ടർ ശ്രീകുമാർ, ഇപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ എന്നാണ്. 29-30 തീയതികളിലൊക്കെ കൂടുതൽ ജാഗ്രത വേണമെന്ന് മന്ത്രി തന്നെ ഇന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ ഇനി ഏത് തരത്തിലേക്കാണ് ജാഗ്രത കടുപ്പിക്കേണ്ടത് ഡോക്ടർ ശ്രീകുമാർ? നമ്മൾ ഈ വർഷത്തെ ഒരു മൺസൂണിൻ്റെ തുടക്കം വളരെ നേരത്തെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനൊന്ന് പറയട്ടെ. ആദ്യം തന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു വലിയ ചൂട്, ആ ചൂടിനെ അതിജീവിക്കാനുള്ള പരിപാടികളുമായിട്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഒരുങ്ങുന്ന ഒരു സമയമായിരുന്നു. ഏപ്രിലും മെയ് പകുതിയും ഒക്കെ തന്നെ. അപ്പോൾ ആ സമയത്താണ് വളരെ നേരത്തെ തന്നെ ഈ മൺസൂൺ നമ്മുടെ കേരളത്തിൽ എത്തുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ മൺസൂണിന് മുമ്പായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യണം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓറഞ്ച് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിനകത്ത് മൺസൂൺ മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഓരോ വകുപ്പുകളും, അത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ചെയ്യാനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത് മുന്നൊരുക്കങ്ങൾ, അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടത്, ആരോഗ്യവകുപ്പ് ചെയ്യേണ്ടത്, വളരെ കൃത്യമായിട്ടുള്ള ആ ഓറഞ്ച് ബുക്കിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് പ്രവൃത്തികൾ നമ്മൾ മുന്നൊരുക്കങ്ങളായിട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ വർഷം ഇത് ഒരു പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത്തരത്തിൽ ഒരു കൃത്യമായ മുന്നൊരുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശരിക്കും അത് ചെയ്യാൻ സാധിച്ചു കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണം. പക്ഷേ ഇപ്പം നമ്മൾ 2018 ശേഷം നമുക്ക് എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് ദുരന്ത നിവാരണ പ്ലാനുകളുണ്ട്. അപ്പം ശരിക്കും നമ്മളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളിലും ലഭ്യമായിട്ടുള്ള ദുരന്ത നിവാരണ പ്ലാൻ, കിലയും ദുരന്ത നിവാരണ അതോറിറ്റിയും കൂടെ ചെയ്തിട്ടുള്ള, ജനങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള ഈ രേഖ അതനുസരിച്ചിട്ട് എവിടെയാണ് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, സോയിൽ പൈപ്പിങ്ങിനുള്ള സാധ്യതകളുള്ള പ്രദേശങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ പ്രദേശത്തും വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ഈ രേഖയിൽ കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ ദുരന്തം എന്ന് പറയുന്നത് ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകും. പ്രകൃതിക്ഷോഭങ്ങൾ ദുരന്തമാകുക എന്ന് പറയുന്നത് അത് അപ്പോഴാണല്ലോ നഷ്ടങ്ങളുണ്ടാകുക. അപ്പോൾ ഈ പ്രകൃതിക്ഷോഭങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ദുരന്തമുണ്ടാകുക എന്ന് പറയുമ്പോൾ ഇത്തരം സാധ്യതാ പ്രദേശങ്ങളിലായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റവന്യൂ വകുപ്പുകളും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അതും എല്ലാം കൂടി ഒരു ഏകോപനം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 269 പഞ്ചായത്തുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിലയും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും കൂടെ ലോക്കൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 4 ജില്ലകളിൽ മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഇപ്പോൾ DM പ്ലാൻ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും ഉണ്ട്. അപ്പോൾ ഈ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തുകൾ അവിടുത്തെ നമുക്കൊരു വർക്കിംഗ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ദുരന്ത നിവാരണം അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേക വർക്കിംഗ് ഗ്രൂപ്പ് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നമുക്ക് ഓരോ പ്രദേശവും ഈ രേഖകൾ പരിശോധിച്ച് എവിടെയാണ് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി മഴ കനക്കുമ്പോൾ, പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ഇത്ര മഴയിൽ കൂടുതൽ നമുക്കറിയാം, ഏതാണ്ട് മഴ വളരെ വർദ്ധിക്കുന്ന സമയത്താണ് ഇതുണ്ടാകുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കതിനെ തടഞ്ഞൊന്നും നിർത്താൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഇത് ഒരു ഡെസിമിനേഷൻ ചെയ്യണം. ഇത്ര മഴ വർദ്ധിച്ചു, അപ്പം ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ വാർഡുകൾ പറയുന്നുണ്ട് ഈ രേഖകളിൽ. ഈ വാർഡുകളിൽ ജനങ്ങൾ പ്രത്യേകിച്ച് ജാഗ്രതരായിരിക്കണം. മുന്നറിയിപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാറി താമസിക്കണം, എവിടെയാണോ ഷെൽട്ടർ ക്യാമ്പുകൾ അവിടേക്ക് മാറണം എന്നുള്ള വിവരം അവരെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ കാര്യവും ഇപ്പം നമുക്ക് എമർജൻസി റെസ്പോൺസ് ടീമുണ്ട്. നമ്മൾ ചെറിയ ഇതിലൊന്നും അല്ല നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇന്നുള്ള ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. അവർക്ക് എമർജൻസി റെസ്പോൺസ് ടീമുണ്ട്. അത് എത്രമാത്രം ഓരോ പഞ്ചായത്തുകളും അതിനകത്ത് എത്രമാത്രം ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ നമുക്ക് എമർജൻസി റെസ്പോൺസ് ടീമുണ്ട്.
ആ എമർജൻസി റെസ്പോൺസ് ടീമിലെ ആൾക്കാർ ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ട ആധുനികമായിട്ടുള്ള ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എന്താണ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഒരു ക്യാമ്പ് എങ്ങനെ ഉണ്ടാക്കണം, ഷെൽട്ടർ ക്യാമ്പുകൾ എങ്ങനെ ഉണ്ടാക്കണം, അവിടെ വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഡിസമിനേഷൻ, അതായത് മഴ വർദ്ധിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ പോകേണ്ടത്, ഏതൊക്കെ റൂട്ടുകളിൽ കൂടാണ് ഇവർ പോകേണ്ടത്, ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഷെൽട്ടർ ക്യാമ്പുകൾ എവിടെയാണ്, ഇതൊക്കെ നമ്മുടെ ഈ രേഖകളിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭരണാധികാരികളും അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസേഴ്സും അറിഞ്ഞ് നമുക്ക് വളരെ ജാഗ്രതരായിട്ട് പെരുമാറേണ്ട ഒരു അവസരമാണ്.